ഹായ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആദില നൂറെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അനുബന്ധിച്ചിട്ട് ഒരു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശക്തമായി യുക്തമായി ലക്ഷ്മിയെ പിടിച്ച് ക്വിറ്റ് ചെയ്യണം, ലക്ഷ്മിയെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രസീവ് തോട്ടുകാരൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നാൽ മാത്രമേ നിനക്കിത് മനസ്സിലാവുകയുള്ളൂ. ആദില നൂറ വിഷയം ഒരു 100 പ്രാവശ്യം ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞ കാര്യമാണ്. ദേ ഹാവ് പ്രോബ്ലംസ് എങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ മനസ്സിലാക്കി കുടുംബത്തിന്റെ ഒപ്പം നിന്ന് വേണം അത് ചെയ്യേണ്ടിയിരുന്നത്. ഒരു കുടുംബത്തെയും ഒരു കമ്മ്യൂണിറ്റിയെ അവഹേളിക്കുന്ന തരത്തിൽ ആ പെൺകുട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ക്ഷമിക്കാൻ നീ ഒരു കമ്മ്യൂണിറ്റിയോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ലടാ. ചീള് ചെക്ക, നിനക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതെന്താണ് ആ പെയിൻ എന്ന് നീ അതുപോലെ ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കത് മനസ്സിലാവും. നിന്റെ പ്രോഗ്രസീവ് തോട്ട് നിന്റെ വീട്ടിലുള്ളവരെ കൊണ്ടുപോയി കാണിച്ചാൽ മതി. ഈ പ്രോഗ്രസീവ് തോട്ടും കൊണ്ട് നീ ഞങ്ങൾക്കിടയിൽ ഇറങ്ങേണ്ട, പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇറങ്ങേണ്ട. സമൂഹത്തിൽ എല്ലാവർക്കും സൗകര്യമില്ല ഇങ്ങനെ ഒരു വൃത്തികേടിനെ അക്സെപ്റ്റ് ചെയ്യാൻ. ശരിയാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. ദേ ക്യാൻ സ്റ്റേ അലോൺ, ഓർ അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു മാരേജ് ചെയ്തിട്ട് അവർക്ക് അവരുടെ രീതിയിൽ പോകാൻ. ഇവിടെ ആരും പിടിച്ച് അടിക്കുകയും കടിക്കുകയും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ പബ്ലിക്കിൽ വരിക മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കുകയും ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ മുഴുക്ക പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ഇന്റർവ്യൂ കൊടുത്ത് വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുക ചെയ്ത ആദിലയ്ക്കും നൂറയ്ക്കും നീ സപ്പോർട്ട് പറഞ്ഞാൽ മാത്രം അവർക്ക് സപ്പോർട്ട് കിട്ടും നീ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് നിന്റെ തെറ്റായ ധാരണയാണ്. സൗകര്യമില്ല സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളത് എൻ്റെ വാദമാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് മെജോറിറ്റി എനിക്ക് വരുന്ന കമൻസും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് അങ്ങനെ ട്രബിൾ ഉണ്ടെങ്കിൽ അത് അവർ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. 2 പെൺകുട്ടികളും സ്വന്തം ജീവിതം ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അങ്ങനെ ഒരു ഫേവർ ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞ് അവർ സാധിച്ചും കൊടുക്കും. ആരും പിടിച്ച് കടിക്കത്തില്ല. പക്ഷെ കമ്മ്യൂണിറ്റി പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ പോയി അവന്റെ കൂടെ താമസിക്കുക മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് അവന്റെ ചാനലിൽ ത്രൂ കമ്മ്യൂണിറ്റി അവഹേളിച്ചതാണ്. ഈ പറയുന്ന മതം രഹിതരിനേക്കാൾ കൂടുതൽ മതമുള്ള മനുഷ്യരാണ് ഈ നാട്ടിൽ കൂടുതലുള്ളത്. അവർക്ക് ജീവിക്കണ്ടേ? അവരെ പറ്റി ഇത്രയും അവഹേളനം പറയും. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, വല്ലവരും വെട്ടേ കുത്തേ ഒന്നും ചെയ്തില്ലല്ലോ, അവിടെ തന്നെ ഇല്ലേ? അവർക്ക് സംരക്ഷണം കൊടുക്കുന്നവരിൽ മുസ്ലിംസ് ഇല്ലേ? ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ളവർക്ക് പുച്ഛമേ തോന്നുകയുള്ളൂ. അത് മനസ്സിലാക്കുന്ന ഒരു കോമൺ ഫാക്ടറാണ്. അല്ലാതെ ഈ LGBT കമ്മ്യൂണിറ്റി ആരും ഇവിടെ ഡിനേ ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. മുൻപ് ഇവിടെ കൊട്ടാരക്കര നടന്ന ഒരു സംഭവത്തിൽ LGBT കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എന്തായിരുന്നു സൊസൈറ്റി ചെയ്തത്? ഞങ്ങൾക്കും ജീവിക്കണം, ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കും. അത് ജെന്യൂൻ ആയിരിക്കണം. കാർഡുണ്ട്, ആ കാർഡ് കാണിക്കണം. മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ആ മെഡിക്കൽ ചെക്കപ്പിൽ യു ആർ പ്രൂഫൺ ഇൻ ഈ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും. അതിനപ്പുറം ചുമ്മാ ഒരുത്തിയുടെ പേരത്തെടുത്തിന് മറ്റൊരുത്തിയെ കൊണ്ടുവന്ന് അവളുടെ ജീവിതം കൊണ്ട് നശിപ്പിച്ച് അങ്ങനെ ചേർത്ത് നിർത്തുകയും അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഇനി ലക്ഷ്മി പറഞ്ഞതിലേക്ക് വരാം. ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട മര്യാദ അക്ബറിനില്ല. അക്ബറിന് ആ മര്യാദ വേണം. അക്ബർ ആർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ, നൂറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നൂറയുടെ സപ്പോർട്ട് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് തോന്നിയാൽ ലക്ഷ്മി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ഇവിടെ നിന്നാൽ അവർക്ക് പുറത്തു പോയാൽ അവർക്ക് സോഷ്യൽ ലൈഫ് ഇല്ല. അവർക്ക് സോഷ്യൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യലായിട്ട് അങ്ങനെ തന്നെ നിൽക്കണം. സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ സമൂഹത്തിൽ മറ്റുള്ളവർ പറയുന്നതിന് കൺസേൺ കൂടെ ചെയ്യണം. നീ എന്ത് പറയാൻ എനിക്ക് വിഷയമല്ലെന്ന് പറയുന്നവൻ സമൂഹത്തിൽ വരരുത്. നീ നിന്റെ ജോലി നോക്കിപ്പോ. നീ സൊസൈറ്റി അതിന് കൺസേൺ ചെയ്യുന്നത്. എൻ്റെ അമ്മയും അച്ഛനും പറയണം ഞാൻ അനുസരിക്കത്തില്ല. പിന്നെ നീ അമ്മ അച്ഛൻ വിളിച്ചോണ്ട് അങ്ങോട്ട് തള്ളരുത്. കാരണം ഞങ്ങൾ പറഞ്ഞ അനുസരിക്കൂല, നമ്മളെ കൺസേൺ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നിനക്ക് അമ്മനും അച്ഛനും എവിടെ നിന്ന് വരുന്നത്? കോമൺ സെൻസ് ഉപയോഗിക്കണം മിസ്റ്റർ. നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് ശക്തമായി ലക്ഷ്മിയെ പുറത്താക്കണമെന്നാണ്. പുറത്താക്കിയ വാഴയാണോടോ? അവൾ ശക്തയാണ്. അവൾ തനിച്ച് നിന്ന് ജീവിക്കുന്ന സ്ത്രീയാണ്. അവൾ അതിശക്തയാണ്. ഇറങ്ങി അന്തസ്സായിട്ട് വരുന്ന ബിഗ് ബോസ് ആണോ അവസാന വാക്ക്? ലൈഫിലെ അവസാന വാക്ക് ബിഗ് ബോസ് ആണോ? 10 ദിവസം അവിടെ നിൽക്കാൻ പറ്റി അതിന്റെ പേയ്മെന്റ് അവർ കൊടുക്കും. ഒരു ദിവസം നിന്നാൽ അതിന്റെ പേയ്മെന്റ് കിട്ടും. പേയ്മെന്റ് വാങ്ങിക്കാൻ പോരുക. അവിടെ ഒന്നും തെളിയിക്കാനില്ല. നിന്ന ദിവസം അത്രയും ലക്ഷ്മി പൗരുഷമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു പെണ്ണാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പൗരുഷം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വേർഡ് ഇതുവരെ വന്നിട്ട് ഇനി വേണമെങ്കിൽ കണ്ടുപിടിച്ച് പറയേണ്ടി വരും. പക്ഷെ അത്രത്തോളം വ്യക്തിത്വമുള്ള ഒരു പെണ്ണായിട്ടാണ് ലക്ഷ്മി അവിടെ നിന്നത്. അവളുടെ വാക്കിൽ നിന്ന് അറിയാതെ വന്ന സാധനമൊന്നുമല്ല. അക്ബറിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അക്ബർ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അക്ബറിന്റെ വീട്ടിൽ പോലും കയറ്റാത്തവരാണ് എന്നാണ് അവൾ പറഞ്ഞത്. താനെന്തിനാണോ വളച്ചൊടിക്കണേ? അവരുടെ കുടുംബത്തിൽ കയറ്റത്തില്ലെന്നല്ല പറഞ്ഞത്. അവരുടെ കുടുംബത്തിൽ ആൾറെഡി ഇവരെ കയറ്റത്തില്ല. പക്ഷെ അക്ബറിന്റെ കുടുംബത്തിലേക്ക് ഇവരെ കയറ്റത്തില്ല. തെളിവില്ലേ? അക്ബറിന്റെ ഉമ്മ അല്ലേ പറഞ്ഞത് അവരുമായി സഹകരിക്കരുത് എന്ന്? ലക്ഷ്മിയുടെ കുടുംബം പറഞ്ഞോ? വേറെ ആരെങ്കിലും പറഞ്ഞോ? ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റും അവരെ, അവിടെ കുഴപ്പമില്ല. പക്ഷെ അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല. അത് പറഞ്ഞത് അക്ബറിന്റെ ഉമ്മ ആണ്.
അക്ബറിന്റെ ഉമ്മയുടെ സ്റ്റേറ്റ്മെന്റിൽ അത് വ്യക്തമാണ്. അവരുമായിട്ട് നീ സഹകരിക്കരുത്, എനിക്കത് ഇഷ്ടമില്ല എന്ന് ഒരു ഷോയിൽ വിളിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രത്തോളം അതിനകത്ത് വേദനിക്കുന്ന മനസ്സിലാക്കുക. അത് തന്നെയാണ് അവർ പറഞ്ഞത്, അതാണ് ലക്ഷ്മിയും പറഞ്ഞത്. അത് നീ അവർ അംഗീകരിക്കുന്നില്ല, അവരംഗീകരിക്കുന്നുണ്ടല്ലോ അവരോട് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അംഗീകരിക്കില്ല, നിങ്ങൾ പോയെന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ പെണ്ണുങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കാമപ്പേക്കൂത്ത് തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെന്ന്? വരൂ നമുക്ക് സ്നേഹിക്കാം, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്കത് ഒരുമാതിരി വൾഗറായിട്ടാണ് തോന്നുന്നത്, വൃത്തികേടായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സെക്സ് ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് ഇനി എന്ത് കേസ് വന്നാലും ഒന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യമില്ല എനിക്ക് പറയാൻ പറ്റും. എനിക്കത് അയ്യേ എന്നുള്ളൊരു അശ്ലീലമാണ്. എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ ട്രാൻസ് വിഭാഗത്തിലെ ചിലരൊക്കെ വന്നിട്ട് കൊട്ടിപ്പാടും ട്രെയിനുകളിൽ. നമ്മളറിയാം, നമ്മുടെ പെർമിഷൻ ഓടി വന്ന് നമ്മളെ കയറി പിടിക്കും, ആണുങ്ങളെ കയറി പിടിക്കുന്നുണ്ട്. അവന്മാരെങ്ങനെയാ ചൂളുന്നത്? ദാറ്റ് ചൂളലാണ് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ സെക്സ് റിലേറ്റഡ് കാണിക്കുമ്പോൾ. അതിൽ ഒരുത്തിക്കേ ഉള്ളൂ കഴപ്പ്, മറ്റേനതില്ല. മറ്റേത് നിവർത്തികേടിൽ അത് പെട്ടുപോയ പെണ്ണാണ്. അവൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇവളോട് ഷെയർ ചെയ്യുമ്പോൾ അവളെ ഏറ്റവും കംഫർട്ട് സോണിലാക്കി കൊഞ്ചിച്ച് ചക്കരെ മുത്തേ തേനെ പാലേ പട്ടേ പുട്ടേ എന്ന് പറഞ്ഞ് ഒപ്പിച്ചു. മറ്റേ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിഷ്ഠകൾ ഉണ്ടാകും. ജോലി പഠിപ്പിക്കും, വീട്ടു ജോലികൾ പഠിപ്പിക്കും, മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ, ജോലികൾ പഠിപ്പിക്കും. അപ്പോൾ വീട്ടുകാരോട് സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവും. അത് എല്ലാ യങ്സ്റ്റേഴ്സിനും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ആണാണെങ്കിൽ അപ്പൻ്റെ കൂടെ വഴക്കുണ്ടാക്കും, പെണ്ണാണെങ്കിൽ അമ്മയോടെ വഴക്കുണ്ടാക്കും. കാരണം ആ ഒരു ഏജിൽ ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് സ്വയം തോന്നും. അങ്ങനെയല്ല, നീ എൻ്റെ മകളാണ്, ഞാൻ പറയുന്ന കണക്ക് കേൾക്കണമെന്ന് വീട്ടുകാർ നിർബന്ധം പിടിക്കും. ആ നിഷ്ഠയിൽ പരസ്പരം ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പ്രശ്നം വരുന്നത്. ആ ഒരു സമയത്ത് ഒരു തേർഡ് പേഴ്സൺ വന്നാൽ അയാളാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യവാനെന്ന് തോന്നി അവരോട് ചേരുന്ന ഒരു രീതിയുണ്ട്. അത് അവസാനിപ്പിക്കണമെന്നാണ് പല പേരൻസിനോട് ഞാൻ പറയുന്നത്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടുമ്പം ആ സമയത്ത് കംഫർട്ട് സോൺ ആവുന്നത് കൂട്ടുകാരാണ്. ആ കൂട്ടുകാരൻ പിന്നെ ജീവിത പങ്കാളിയാവും. അവൻ്റെ അലവലാതിത്തരമാണ് ആ സമയത്ത് കാണിക്കുന്നതെന്ന് ആ പെൺകുട്ടിക്ക് ബോധം ഉണ്ടാവത്തില്ല. പിന്നീട് മനസ്സിലായി വരുമ്പോൾ 3-4 പെറ്റിട്ടും ഉണ്ടാവും. ഇതൊക്കെ അവസ്ഥകളാണ്. ഇതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ പ്രോഗ്രസീവ് തോട്ടും കൊണ്ടുവന്ന് ബിഗ് ബോസ് ഷോ എന്ന സാധനത്തിൽ കൊണ്ടുവന്ന് കുറേ പേരെ കുത്തിക്കയറ്റിയിട്ട് ഞങ്ങളടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സൗകര്യമില്ലടോ ചെയ്യാൻ, സൗകര്യമില്ല അക്സെപ്റ്റ് ചെയ്യാൻ. നീ എന്തോ ചെയ്യുമെന്നാ? നീ അങ്ങ് കിടന്നങ്ങ് തുള്ളി മറിയുന്നുണ്ടല്ലോ. നീ എന്നെ കാണുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ ഇതെടുത്ത് വെച്ച് നീ റിവ്യൂ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പറയുന്ന ആൾക്ക് വ്യക്തമാവും, അത്രേ ഉള്ളൂ. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞൊരു പബ്ലിക് ക്ലാസ്സിന് ഞാൻ തയ്യാറല്ല. പക്ഷെ എനിക്ക് കേട്ടപ്പോൾ അറപ്പാണ് തന്നോട് തോന്നിയത്. നിന്റെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നാലും നിനക്ക് മനസ്സിലാവൂടാ. എൻ്റെ വീട്ടിൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടി ജനിച്ചാൽ ഞാൻ പിടിച്ച് പുറത്താക്കത്തില്ല. ഞാൻ നോക്കും, ഞാൻ മനസ്സിലാക്കും, അതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അത് അംഗീകരിക്കാൻ വളരെ സമയമെടുക്കും. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അതിനെ പറഞ്ഞ് മനസ്സിലാക്കും. മാക്സിമം മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യാത്തവണ്ണം ജീവിച്ചു പോകാൻ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യാൻ ഇറക്കി വിടത്തില്ല, തല്ലില്ല, ഒഴിവാക്കില്ല, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഇത് കുടുംബത്തിലുള്ള മറ്റുള്ള കുട്ടികളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഒരു വൃത്തികേട് കാണിക്കുക, ആ വൃത്തികേട് പബ്ലിസിറ്റി കൊടുക്കുക, ആ പബ്ലിസിറ്റി കൊടുക്കുന്ന ശത്രുവിൻ്റെ ഒപ്പം പോയി നിന്നുകൊണ്ട് കൊടുക്കുകയും ചെയ്ത ആ പെൺകുട്ടികൾക്ക് ലവലേശം പോലും ഉളുപ്പില്ല, മര്യാദയില്ല, മാനം പോലുമില്ല. ഉണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല. എടോ, നിന്നെയും പ്രസവിച്ചത് അമ്മയും അച്ഛനുമല്ലേ? നിന്നെ പ്രസവിച്ച് തള്ളി പറയുന്ന നീ മനുഷ്യനാണെന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ നടക്കാൻ തൊട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന 5 വയസ്സെടുക്കണം മിനിമം. ഈ 5 കൊല്ലം തീട്ടവും മൂത്രവും കോരി അതൊരു കൺസെഷൻ ആണോ? നിനക്കൊക്കെ തരുന്ന സൗജന്യമാണോ? നിങ്ങൾ തിരിച്ച് പകരം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, വൃത്തസാധനങ്ങളിലേ കൊണ്ടുവിടുന്നത്. പക്ഷെ കുട്ടികളെ ആരും കൊണ്ടുപോയി എവിടെയും കൊണ്ട് കളയുന്നില്ലല്ലോ, നോക്കുകയല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളാണ് അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മരണം വരെ നിങ്ങൾ താങ്ക്ഫുൾ ആയിരിക്കണം അവർക്കൊപ്പം. അവർ പറയുന്ന ചെറിയ വാക്കുകൾ, ചെറിയ പിഴവുകൾ ഇഗ്നോർ ചെയ്യണം. അത് മനസ്സിന്റെ വലിപ്പമാക്കണം. എന്താ, നമ്മുടെ പേരൻസ് അല്ലേ, അവരണച്ചു പിടിച്ചോണ്ടല്ലേ ചത്തുപോകാതിരുന്നത്. വല്ല തീട്ടവും വാരി തിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചെയ്യരുത് മോനെ, ഇത് തീട്ടമാണ്, ഞാൻ ആഹാരം തരാമെന്ന് പറഞ്ഞ് ലാളിച്ച് കൊഞ്ചിച്ച് നിനക്കൊക്കെ വായിലേക്ക് കുത്തിക്കറ്റി തന്ന് വളർത്തി ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ. 2 എണ്ണത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്തു. 2 പേരും ജോലി ചെയ്തല്ല ജീവിക്കുന്നത് എന്ന് പറയുന്നത്. എവിടുന്ന് ഈ ജോലി കിട്ടി? ആകാശത്തുനിന്ന് പൊട്ടി വീണ? സൗദിയിലാണ് 2ഉം വളർന്നത്. വിദേശത്ത് പ്രവാസിയായിട്ട് ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, 4 അറ്റം കൂട്ടുമുട്ടിക്കാൻ എന്തെല്ലാം പാടുപെടണമെന്ന്. സോഷ്യൽ ലൈഫ് ഉണ്ടാവത്തില്ല, നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല, മഴയില്ല, 2 സീസൺ മാത്രമാണ്. ഒന്ന് പിന്നെ ചൂട്, ഒന്ന് തണുപ്പ്. വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ പോലും ഇല്ല. ഇവിടുത്തെ മണം, ചോറ് സർവത്രവും നശിപ്പിച്ച് ത്യജിച്ച് പ്രവാസിയായി ജീവിച്ച 2 വ്യക്തികളുടെ മക്കളാണ് 2 എണ്ണം. അവിടെ പഠിപ്പിച്ചു. എന്താ ചെലവെന്ന് നീ വിചാരിക്കുന്നേ? ഇത്രയും കഷ്ടപ്പെട്ട് ആ കുട്ടികളെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്നപ്പോൾ അവരെ ചെരുപ്പിനടിക്കുന്നത് കണക്ക് അവരെ കൊണ്ട്, ഈ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിച്ചില്ലേ ഇവര്? പബ്ലിക്കിൽ വന്ന് അവർ ഈ പറയുന്ന വീഡിയോ ഇട്ട് കാണിക്കുമ്പോൾ നാട്ടുകാരിത് കാണുകയല്ലേ, അവരെ അപമാനിക്കുകയല്ലേ ചെയ്തത്. എന്ത് മോശപ്പെട്ട പരിപാടിയാണ് ചെയ്തത്. അതിന് തനിക്ക് എന്താണോ പറയാനുള്ളത്? തൻ്റെ ബിക്കോസും തേങ്ങാക്കൊലയും എടുത്തോണ്ട് പോണോ?
അവന്റെ ഒരു വർത്താനം, അവൻ വന്നേക്കാണ്. അവര് അങ്ങ് തള്ളി മറിയ ലക്ഷ്മിയെ പിടിച്ച് പുറത്താക്കിയ വാഴയാണടാ ജനങ്ങളുടെ മനസ്സിലേക്കാണ് ആ പെണ്ണ് കയറുക. അവള് പറഞ്ഞത് കൃത്യമാണ്. നീ ആർക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ അവരെ നിന്റെ വീട്ടിൽ പോലും കയറ്റത്തില്ലെന്നാ പറഞ്ഞേ. കുടുംബവും കുടുംബക്കാരും ഇല്ലാത്ത കുറെ എണ്ണം. ഞങ്ങൾക്ക് അങ്ങനെയാ പറയാൻ ഇഷ്ടം. അതിനിപ്പോ എന്താ കുഴപ്പം? അതല്ലേ കറക്റ്റ്. വൃത്തി മെനയുണ്ടോ അതിന് രണ്ടിനും? ഐ മീൻ ക്ലീൻലെസ് എന്നല്ല ഞാൻ പറഞ്ഞത്. കുടുംബത്തെ പറയുന്നതിന് ഒരു അല്പം ഉളുപ്പ്. നമ്മൾ അവിടെ വന്നത് ഒരു പ്ലേക്കാണ്. ടാസ്കുകൾ തരും, ടാസ്ക് കളിക്കുക, പ്ലേ ചെയ്യുക. അതിനപ്പുറം സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാനാണോ വന്നിരിക്കുന്നത്? സെക്ഷുവാലിറ്റി ഇവരെ സെക്ഷുവാലിറ്റിയാണ് ഇവിടുത്തെ ആഗോള പ്രശ്നം. ഇന്ത്യ നേരിടുന്ന ആഗോള പ്രശ്നം ലെസ്ബിയന്റെ സെക്ഷുവാലിറ്റിയാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ വന്ന് ആരും കടിക്കാൻ വന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെയായിരിക്കാം. ദേ ഹാവ് ദെയർ ഓൺ, നോ പ്രോബ്ലം. അത് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് നീ പറയരുത്. അത് ഞങ്ങൾക്ക് സൗകര്യമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അത് നീ ഞങ്ങളുടെ തലയിലോട് കുത്തിക്കയറ്റി വെക്കേണ്ട. ഇത്തരം ഒരു പ്രോഗ്രാമിൽ നിർബന്ധപൂർവ്വമായി LGBT കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റുന്ന എന്തടിസ്ഥാനത്തിൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 1000 പേര് മാത്രമേ ഉള്ളൂ ടോട്ടൽ നമ്പേഴ്സ്. ഈ 1000 പേരിൽ ഒരാൾ അതിനകത്ത് കയറ്റുന്നു. ഒന്നല്ല 3 പേരുണ്ട് ഇന്നപ്പോ അതിനകത്ത്. അങ്ങനെയാണോ? ഇത്രയും കോടി ജനങ്ങളിലുള്ള വേറെ എത്രയോ പേരുണ്ട്. അവരൊക്കെ പ്രതിനിധീകരിക്കുന്നില്ലേ ഓരോ ഭാഗങ്ങൾ? നിങ്ങൾ അവരെയും കൂടെ കയറ്റ്. എന്നാ ശരി. ഇതിൽ നിന്ന് 3 പേരെ 4 പേര് അങ്ങോട്ട് കയറ്റുന്ന 1000 പേരുള്ള ഈ 1000 പേര് തീരുമ്പോൾ നീയൊക്കെ എന്തോ ചെയ്യും എന്നാ? പിന്നെ പുതിയ ഉണ്ടാക്കിക്കൊണ്ട് വരുമോ? ഇത് ആക്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ട്. അത് കാരണം എത്ര പേർക്ക് ഇപ്പൊ ജാസി ആഷി കേൾക്കുന്നില്ലേ അമ്മ കടന്ന് കരയുന്നത്? എന്താണ് ഇപ്പം ഇവിടെ കന്യാസ്ത്രീമാർ എത്ര പേരുണ്ട്? പള്ളിയിലച്ചന്മാർ എത്ര കല്യാണം കഴിക്കാതുണ്ട്? അവരൊക്കെ ചത്തുപോയാ. മാരിറ്റൽ സ്റ്റാറ്റസ് വേണം അല്ലേ? ഇത്തരത്തിൽ മാറുന്നവർ മാരിറ്റൽ സ്റ്റാറ്റസ് ആഗ്രഹിക്കരുത്. അത്തരം വൾഗാരിറ്റി, പ്രകൃതി വിരുദ്ധ നിയമങ്ങൾ സമ്മതിക്കാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട്. ചിലപ്പോൾ പഴമക്കാരായോണ്ടായിരിക്കും. അങ്ങനെ തന്നെ ഇപ്പോൾ ആ പഴമ തന്നെയാണ് ഞങ്ങൾക്ക്. ഇപ്പൊ അത്രേ പറ്റുള്ളൂ, സൗകര്യമുള്ളൂ. അവരെ അടിക്കാനും കൊല്ലാനും വെട്ടാനും കുത്താനും അല്ലല്ലോ പറയുന്നത്. ഇത്തരം വൾഗാരിറ്റി ഞങ്ങളുടെ മുമ്പ് നിങ്ങൾ കാണിക്കേണ്ട. നിങ്ങളത് പ്രൈവറ്റ് ആയിട്ട് കാണിച്ചോ. ഒരു പബ്ലിക് ഷോയിൽ വന്നിട്ട് ഈ വൾഗാരിറ്റി കാണിച്ചത് അംഗീകരിക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പറയണം നിങ്ങളുടെ വീട്ടിൽ ഈ വൾഗാരിറ്റി നിങ്ങൾ അംഗീകരിക്കുമെന്ന്. ഇത് വൾഗാരിറ്റി തന്നെയാണ്. ഇത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. താനെന്ത് കോപ്പാടോ പോയി പറയുന്നേ? നിന്റെ മടി കയറി ഇരുന്നോന്ന് ചോദിക്കുന്നത് അവന്റെ വീട്ടിലെ കൾച്ചറാണത്. ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷയത് എടുത്തോ പിടിച്ചോ ചാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിലയും നൂറയും കേൾക്കും. കാരണം അവർക്ക് വേറെ വഴിയില്ല. അത് അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? വീട്ടുകാരില്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴാണ് നാട്ടുകാർ കയറി മേയുന്നത്. നിന്നെ പറഞ്ഞാൽ നിന്നെ ചോദിക്കാൻ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഒരുത്തരും കയറി മേയൂല. അതാണ് വീട്ടുകാരും കുടുംബക്കാരും വേണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ 6 സഹോദരന്മാരുടെ പെങ്ങളായിരുന്നു. ഞാൻ കോളേജിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരുത്തൻ എന്നെ ഒന്ന് ടീസ് ചെയ്യാൻ പേടിക്കുമായിരുന്നു. കാരണം ലവന്മാരെല്ലാം കൂടെ ഒന്ന് ഇടിച്ചു കുത്തി ശരിയാക്കുമെന്നറിയാം. ആ ഭയം ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യമില്ല, ചെറിയ പ്രായത്തിലെ കാര്യമാണ് പറയണേ. അപ്പൊ അത്തരത്തിൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇല്ലാത്തവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങനെയല്ല. ഒന്നാണെങ്കിലും ഒരു മണിയാണെങ്കിലും ആള് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വേറെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കുടുംബം ഉണ്ടാവണം. അവര് അനാഥകളൊന്നും ഇല്ലല്ലോ, അവര് ഓഫനേജിൽ വന്ന പിള്ളേരൊന്നും അല്ലല്ലോ, അവർക്ക് കുടുംബം ഇല്ലേ? ഈ ഒരു ക്ഷമാപണം ആ കുടുംബത്തിനോട് അവർ ചെയ്തോ? ഇതുവരെ ഇപ്പോഴും പരാതി പറയണം നമ്മളെ കുടുംബം നമ്മുടെ കൂടെ ഇല്ലെന്ന്. എന്തുകൊണ്ടില്ല? നിന്നെ എന്തെങ്കിലും ചെയ്തോ? ആ ഉപ്പാടെ കേസ് പറയുന്നുണ്ടല്ലോ അവള്, എന്നെ നല്ല പോലെ നോക്കിയ ഉപ്പ ആണെന്ന്. എന്നിട്ട് ആ ഉപ്പാക്ക് കൊടുത്ത മറുപടി ഇതാണോ? നമുക്ക് ഒരുപാട് ഫീലിങ്സ് വരാം, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരാം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ആ അഡ്ജസ്റ്റ്മെന്റിനെയാണ് നമ്മൾ കെയർ എന്ന് പറയുന്നത്. ചില ത്യാഗങ്ങളാണ് ഏറ്റവും നല്ല പ്രണയങ്ങൾ, ചില ത്യാഗങ്ങളാണ് ഏറ്റവും നല്ല സ്നേഹം. ഇതൊന്നുമില്ലാതെ സെൽഫിഷായിട്ട് ചിന്തിച്ച 2 വൃത്തികെട്ട ജന്മങ്ങൾ. ഇതൊന്നും പോരാ. അവരുടെ പിന്നെ ഇൻസ്റ്റയൊക്കെ എടുത്തു വെച്ച് നോക്ക്, കാണാം. 2 തുണിയില്ലാത്ത കട. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസീവ് തോട്ട്? ദിസ് ഈസ് കോൾഡ് പ്രോഗ്രസീവ് തോട്ട്. ഇത് പ്രോഗ്രസീവ് അല്ല, ഗോത്രീയതയാണ്. തുണിയില്ലാതെ നടക്കുക എന്ന് പറയുന്നത് ഗോത്രീയതയാണോ? 100 വർഷം പിറകോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തുണി ഉടുക്കാൻ കഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. തുണി ഊരിക്കളയാൻ കിടന്ന് കരയുന്ന കുറെ എണ്ണം. തുണി എങ്ങനെ കിട്ടും? മറയ്ക്കാൻ പറ്റാത്ത കഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിലേക്കാണ് നിന്റെയൊക്കെ കുറെ പ്രോഗ്രസീവ് കോണയും കൊണ്ടുവരുന്നത്. ഇതൊന്നും അല്ലൂടെ പ്രോഗ്രസീവ് കോണ. കുറെ കളറും വാരി തേച്ച് ആരെയും കുറേയും തുണി ഇട്ടുകൊണ്ട് കുറെ അവന്മാരോടെ കിടന്ന് ആടി കുഴയുന്നതാണ് പ്രോഗ്രസീവ് തോട്ടെന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രസീവ് തോട്ട് അംഗീകരിക്കത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അതല്ല സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് വല്ലയിടത്തുമൊക്കെ ചത്തു പൊങ്ങുന്നത്, വല്ലയിടത്തുമൊക്കെ ബലാത്സംഗം ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്നത്. സ്വാതന്ത്ര്യമായി ഇരിക്കുക എന്ന് പറയുന്നത്, അവനവന് കിട്ടേണ്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ജോലി കിട്ടണം, അഭിപ്രായം ഉണ്ടാകണം. ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. വെരി നെക്സ്റ്റ് മൊമെന്റ് ദിസ് ഈസ് മൈ റൈറ്റ്സ്, ഇതെന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം അടിച്ചുറച്ച് പറയുന്നതുണ്ട് ലക്ഷ്മി. അവളെ നോക്കി നീ എന്തിനാണ് അത് പറയുന്നത്? ഹു ആർ യു? നിനക്കെന്ത് അധികാരം അവളെ പറ്റി പറയാൻ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പെണ്ണാണ് ഏറ്റവും വ്യക്തിത്വമുള്ളവൾ.
ഏറ്റവും സ്വതന്ത്ര അവളാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉണ്ടാകണം. ആ വാല്യൂ ഉള്ള പെണ്ണിനെയാണ് സ്വതന്ത്ര എന്ന് പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യം. കുറെ തുണിയിട്ട് കണ്ടവന്റെ കൂടെ തോളിൽ തൂങ്ങി കള്ളും കഞ്ചാവും ഡ്രഗ്സും അടിച്ചുകൊണ്ട് നടക്കുന്നവനെയല്ല സ്വതന്ത്ര എന്ന് പറയുന്നത്. ഫ്രീ സെക്സിന്റെ വക്താവിനെയല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതല്ല സ്വാതന്ത്ര്യം. നിനക്ക് വെളിക്കിരിക്കാൻ തോന്നിയാൽ പബ്ലിക് റോട്ടിൽ നിന്ന് വെളിക്കിരുന്നതിന് സ്വാതന്ത്ര്യം എന്നല്ലടാ പറയുന്നത്, വൃത്തികേടെന്നാ പറയുന്നത്. തോന്നിവാസവും ഗോത്രീയത എന്നാ പറയുന്നത്. നിന്റെയൊക്കെ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുന്നത് ഗോത്രീയതയാണ്. ഈ ഗോത്രീയതയല്ല സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള ഡിഫൈൻ ചെയ്യും ആദ്യം. അതാണ് വേണ്ടത്. കുടുംബത്തെയും ബാക്കിയുള്ളവരെയും കൺസേൺ ചെയ്യുന്നത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. മാനുഷിക പരിഗണന. നമ്മളെ നോക്കിയവർ, നമ്മളെ കെയർ ചെയ്തവർ, നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, അസുഖങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, നമ്മളുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, വിയർത്തവർ, നമുക്ക് വേണ്ടി വെയിൽ കൊണ്ടവർ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യാൻ സാധിച്ചാൽ അത് ചെയ്യണം. മുലപ്പാലിന്റെ കണക്ക് അമ്മമാര് പറഞ്ഞാൽ നീയൊക്കെ തൂങ്ങിപ്പോവും. അതൊന്നും ആരും പറയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസം ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി അവർ ചെയ്തതിന്റെ ഒരു പങ്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ, കാരണം അവരെ തല കുമ്പിടാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ സെൽഫിഷ് തോട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. നിനക്ക് അത്ര കഴപ്പായിരുന്നു? ഈ പെണ്ണിനെ കൊണ്ട് നക്കിച്ചാലേ നിന്റെ കഴപ്പ് തീരുവോളായിരുന്നോ? ആ കഴപ്പാണോ നീ അവർക്ക് കൊടുത്ത സമ്മാനം? നീ കഴിച്ച ആഹാരത്തിന്റെ വാല്യൂ അതാണോ? ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്ന മക്കളെ നമ്മൾ കാണുന്നില്ലേ? നിനക്ക് സർവ്വ സൗഭാഗ്യവും തന്ന് പൂമത്തെ പട്ടുമെത്തയിൽ കിടത്തി നിന്നെ നോക്കി നിന്റെ മാതാപിതാക്കൾക്ക് നീ എന്തു കൊടുത്തു എന്ന് ചോദിക്കടാ അവളുമാരെടുത്ത്. അതിന്റെ ഉത്തരം അവളുമാർ തരട്ടെ. ആദ്യം ഉണ്ടോ അവളുമാർക്ക് ഉത്തരം? സ്വന്തം കുടുംബത്തിനെ തള്ളിപ്പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് നീ. നിന്നെ തന്നെയാണ് അവഹേളിക്കുന്നത്. നിന്റെ കുടുംബം മോശമാണെന്നും നിന്റെ കുടുംബം നിന്നെ ആക്രമിച്ചുവെന്നും നീ ഉയർത്തി പറയുമ്പോൾ നീ നശിപ്പിക്കുന്നത് നിന്റെ ക്രെഡിബിലിറ്റിയാണ്. നിന്നെയാണ് നീ പറയുന്നത്. നിന്റെ കുടുംബം ശരിയല്ല. അതിന്റെ അർത്ഥം എന്താ? നീ പിന്നെ എവിടുന്ന് വന്നാൽ നീ ആകാശത്തുനിന്ന് പൊട്ടി വീണ. ബോധം എന്ന് പറയുന്നത് മനുഷ്യനിക്ക് വിവരവും വിദ്യാഭ്യാസവും കൊണ്ട് കിട്ടേണ്ടതാണ്. അത് രണ്ടും അതിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇരുന്നുകൊണ്ട് കണക്ക് പറയരുത്. 25 വയസ്സെന്നുള്ള കൺസിഡറേഷൻ ഉണ്ട്. അതിനപ്പുറം എന്താണ് അവർ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പാദ്യത്തിന് അവർക്ക് വഴിയൊരുക്കി കൊടുത്തത് ആ മാതാപിതാക്കളാണ്. അവർ പഠിപ്പിച്ചില്ലെങ്കിൽ ഇവരെവിടെ പോയിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? അവര് കുണ്ടവേലയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഈ പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് സെക്സ് വർക്ക് കിടക്കേണ്ടി വരുമായിരുന്നു അവർക്ക്. അങ്ങനെയല്ലേ ഉള്ളൂ. വീട്ടിൽ ആരെങ്കിലും അത് പറഞ്ഞാൽ അവരുടെ അവയർനെസ് ഇല്ലായ്മയാണ്. അവർക്ക് ആ ബോധവൽക്കരണം നടത്തണം. മാറി നിൽക്കി ബോധവൽക്കരണം നടത്ത്. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. കുബൂൽ എന്നൊരു വാക്ക് പെണ്ണ് പറഞ്ഞില്ലെങ്കിൽ ഒരു നിക്കാഹും നടക്കത്തില്ല. ഒരിടത്തും നിർബന്ധിത വിവാഹം നടക്കില്ല. സ്റ്റെപ്പ് ബാക്ക്, പോയി മാറി താമസിക്ക്, തനിയെ താമസിക്ക്, കണ്ടുമുട്ട്. അതെന്താണ് ഈ ഡ്രാമ? വിവാഹം നടത്തുന്നു, അത് ഇതൊക്കെ ആരംഗീകരിക്കണം? ഞങ്ങളോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ആദില നൂറ എന്ന് പറയുന്നവർക്ക് സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് എന്റെ ചാനലിലേക്ക് ആരും വരരുത്. എനിക്ക് താല്പര്യമില്ല. ദ റീസൺ ബിഹൈൻഡ്, എനിക്ക് ഭയങ്കര വിശ്വാസക്കുറവുണ്ട് അവരുടെ ആ ബന്ധത്തിൽ. ഒരു പെൺകുട്ടിയുടെ ഭ്രാന്തിന് മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിച്ച സ്വാർത്ഥ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയാണ് മറ്റേതെന്ന് എനിക്ക് ഇപ്പോഴും സ്ട്രോങ് ബിലീഫാണ്. അതിൽ നിന്ന് മാറുകയാണെങ്കിൽ നമ്മൾ മാറ്റി പറയാം. അത്രേ ഉള്ളൂ. ആ കുട്ടികളോട് സിമ്പതി ഉണ്ട്. പക്ഷേ അത് അർഹിക്കുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കുട്ടികൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അക്ബറിന്റെ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളുമായി നീ സഹകരിക്കരുതെന്ന്. അത് പറഞ്ഞത് അക്ബറിന്റെ ഉമ്മാണ്. നീ ക്രൂശിക്കുന്ന ലക്ഷ്മിയോ? ലക്ഷ്മി പറഞ്ഞാൽ എന്താ തെറ്റ്? അവർക്കൊരു സോഷ്യൽ ലൈഫ് ഇല്ല. അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർ വിചാരിക്കുന്ന എല്ലായിടത്തും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. കൗതുക കാഴ്ചയാണ് അവര്. ദേ ആർ ജസ്റ്റ് ലൈക്ക്, ഓ ഇവരാണല്ലേ അവര്. അതല്ലാതെ എന്താ? അവരെന്താ സൊസൈറ്റിക്ക് കൊടുത്ത മെസ്സേജ് പറഞ്ഞേ? ഒന്ന് മനസ്സിലാക്കി തന്നെ കേൾക്കട്ടെ. എന്തെങ്കിലും പോഴത്തരം വിളിച്ചു പറയരുത്. നിങ്ങൾക്ക് നാവുണ്ട്, നിങ്ങൾക്ക് ശക്തമായി സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് എന്ത് പോഴത്തരം വിളിച്ചു പറയരുത്. കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ത്രീ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. വ്യക്തിത്വത്തോടു കൂടി എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട്. അത് അവകാശം തരിക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സൊസൈറ്റി ആയതുകൊണ്ടാണ്. മെയിൽ ഷോവോനിസ്റ്റുകൾ അല്ലെങ്കിൽ ആൺ മേൽക്കോയ്മയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിന് ശക്തമായ തീരുമാനം എടുക്കാനും അഭിപ്രായം പറയാനുമുള്ള ഇത് ഉണ്ട് എന്ന് പറഞ്ഞതും ഒരാണ് തന്നെയാണ്. അതിന്റെ പിതാവാണ്. അവൾ പറയട്ടെ, അവളുടെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട് ഈ വീട്ടിൽ, അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു തന്നത് എൻ്റെ ഉപ്പായാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചവളാണ് ഞാൻ. അതാണ് സ്വാതന്ത്ര്യമെന്ന് വിചാരിക്കുന്നവളുമാണ് ഞാൻ. എൻ്റെ സ്വാതന്ത്ര്യം അതാണ്. ഒരു പെണ്ണിന് വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. അത് ഉള്ളവൾ സ്വതന്ത്ര തന്നെയാണ്. വേറെ ഒരു സ്വാതന്ത്ര്യമല്ല. അരകുറ തുണി ഉപയോഗിക്കുന്നതിന് സ്വാതന്ത്ര്യം എന്ന് പറയില്ല. തുണി കീറി എറിയുന്നതല്ല സ്വാതന്ത്ര്യം.
രാത്രി പാതിരാത്രി ഇറങ്ങി നടക്കുന്നതല്ല സ്വാതന്ത്ര്യം. ഇവിടുത്തെ നിയമം ശക്തമാണെങ്കിൽ എവിടെയും ഇറങ്ങി നടക്കാം. ദുബായ് ഈ ഇസ്ലാമിക രാജ്യമാണ്. 3 മണി 2 മണിക്ക് അവിടെ ബീച്ചിൽ പോയി കിടന്നുറങ്ങാം. ടെന്റിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരാളും വന്ന് പിടിക്കത്തില്ല. അതല്ല സ്വാതന്ത്ര്യം. അത് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ രാജ്യത്തെ ഭരണാധികാരികളുടെ സ്വാതന്ത്ര്യമാണ്. അവർ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം ഒരു പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അഭിപ്രായം, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ അഭിപ്രായം ഇവിടെ സാധിക്കണം, അത് എൻ്റെ കുടുംബത്തിൽ സാധിക്കണം എന്ന് പറയാൻ സാധിക്കുന്നതാണ് സ്വാതന്ത്ര്യം. 2, സാമ്പത്തിക ഭദ്രത. എനിക്ക് എൻ്റെ ബ്രേസിയർ വാങ്ങിക്കാൻ, ജട്ടി വാങ്ങിക്കാൻ ഒരാളെടുത്ത് ഒന്ന് ഒച്ചാനിച്ച് നിൽക്കേണ്ട. എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ പണമുണ്ട്. അത് പെണ്ണിന് കിട്ടുന്ന രണ്ടാമത്തെ സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് സ്വാതന്ത്ര്യം. കഞ്ചാവടിച്ച് കിറങ്ങി DJ പാർട്ടിയിൽ കിടന്ന് കൂത്തടിച്ച് അരയും കുറയും ഡ്രസ്സും ഇട്ടുകൊണ്ട് തേരാപ്പാര 75ഓളം ക്യാമറകളുടെ മുന്നിൽ നടക്കുന്നതിനെയല്ല സ്വാതന്ത്ര്യം എന്ന് പറയുക. ഒരു കൾച്ചർ വെച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ പ്രതിനിധി കൂടിയാണ് ആ പിള്ളേര്. ആദില നൂറ എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ കൂടിയാണ്. അവരല്ല എന്ന് പറഞ്ഞാൽ പോലും അതാണ്. മറ്റുള്ളവർക്ക് അത് അങ്ങനെയാണ്. ആദില നൂറ ആരാണ്? മുസ്ലിം കുട്ടികളാണ്. ആ കുട്ടികളുടെ ഡ്രസ് കോഡ് നോക്കുക. നാരോ മൈൻഡഡ് ആയ ഓൾഡ് ലേഡി എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് ഒരു മണ്ണാക്കുമില്ല. എൻ്റെ നാരോ മൈൻഡ് അത് തന്നെയാണ്. അതല്ല സ്വാതന്ത്ര്യം. അരകുറ തുണി ഉടുക്കുന്നതല്ല സ്വാതന്ത്ര്യം. മനുഷ്യന് കാണാൻ പറ്റുന്നതേ കാണിക്കാവുള്ളൂ. അനാവശ്യമായി ഇത്രയധികം ക്യാമറ, ഇത്ര കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ ഈ പോക്കൃതരം കാണിക്കുമ്പോൾ അവർക്ക് എന്താണ് കിട്ടുന്നത്? അവർ വിചാരിക്കുന്ന പ്രിവിലേജ് ആണോ? പുറത്തിറങ്ങുമ്പോൾ 10 പേര് പിടിച്ച് കെട്ടിപ്പിടിക്കുമെന്നോ? എന്താണ് ഹണി റോസിന്റെ വാല്യൂ? അതേപോലെ വേറൊരുത്തി കുണ്ടിയും കുലിക്കൊണ്ടിരുന്നത് എന്താണ് അവളുടെ വാല്യൂ? ഒന്ന് പറഞ്ഞേ. അവർ വിചാരിക്കുന്ന ഒരു ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് എന്താണ് അവരുടെ വാല്യൂ? നിങ്ങൾ എന്തിനാണ് അവരെ കാണുന്നത്? അവരുടെ ആ പ്രത്യേക തുളുമ്പിയ സാധനം. ഒരു പെണ്ണിന് ഈ മാദകത്വം വരുന്ന എപ്പോഴെന്നറിയാമോ? അസുഖങ്ങൾ വരുമ്പോഴാണ്. ഹെൽത്തി ആയ ഒരു ബോഡി സ്ലിം ആയിരിക്കും. ഹെൽത്തി ഇല്ലാത്ത ബോഡിക്കാണ് ഈ തുടുപ്പും വലിപ്പും വരുന്നത്. അത് കണ്ടിട്ട് വെള്ളം ഇറക്കുന്നെങ്കിൽ ഒരു പെണ്ണിന്റെ അസുഖത്തിൽ നോക്കി വെള്ളം ഇറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചിന്തിക്കാമെന്നേ ഉള്ളൂ. സമ്മറായാലും കുമ്മറായാലും ഏവനായിരുന്നാലും ഒരു ശക്തയുദ്ധം നീ അങ്ങ് പ്രഖ്യാപിച്ച ഉടനെ ഇവിടെ അങ്ങ് കേൾക്കുകയാണ്. ഇവിടെ ഒരു ശക്തയുദ്ധം നീ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട. ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് ഒരു ദോഷമില്ല. നീ കുറ്റിയ, നീ ആരടാ? നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയാ കുട്ടി ചെയ്യണോ വേണ്ടതെന്ന്. നീ അത് കുട്ടി ചെയ്താലും അവക്കൊപ്പം തന്നെയാണ്. അവൾ പറഞ്ഞില്ല എന്താ കുഴപ്പമിരിക്കുന്നത്? അതല്ലേ കറക്റ്റ്. അപ്പം മറ്റേതിനെ കൂട്ടി പിടിച്ചില്ല. അതിലെ കൂട്ടി പിടിച്ചപ്പോൾ അനുവിന് എന്ത് കിട്ടി? അനുവിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു? പിന്നെ നിന്ന് കുത്തുന്ന ഒരു വൃത്തികെട്ടവളാണ്. അവളുടെ യഥാർത്ഥ ക്യാരക്ടർ ഇവിടെ റിവീൽ ആവുകയാണ്. ഒരു കാരണവശാലും ആദിൽ ഔട്ടാവരുത്. ആദിൽ അവിടെ ഉണ്ടാകണം. 50 ദിവസമെങ്കിലും മിനിമം അവിടെ ഉണ്ടാകണം. അപ്പോഴേ അവളുടെ ഉള്ളിലുള്ള കീചകി പുറത്തേക്ക് വരുള്ളൂ. അവളാണ് ഇതിൻ്റെ യഥാർത്ഥ ആള്. അവളാണ് ശരിയായ കൂടോത്രം. അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടുള്ളൂ. ഈ വാക്കുകൾ കുറച്ച് രൂക്ഷമായെന്നും പറഞ്ഞാൽ ആരും എന്നോട് അടിക്കാൻ വരണ്ട. എനിക്ക് തോന്നിയ കാര്യമാണ് പല പ്രാവശ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. സൊസൈറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന വ്യക്തികളല്ല 2 അവർ സൊസൈറ്റിക്കെന്നല്ലോ ഫാമിലിക്കോ വാല്യൂ കൊടുക്കുന്നവരല്ല. ദെൻ നിങ്ങൾ എന്ത് കൊടുക്കണോ അതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. യു ആർ വാല്യൂയിങ് സംവൺ, അവർ നിങ്ങളെ വാല്യൂ ചെയ്യും. നിങ്ങൾ കൊടുക്കാത്തൊരു വില ഞങ്ങൾ തരണമെന്ന് നീ നിർബന്ധിക്കാൻ നീ ആരടാ? ആരാണ് നീ? ബിഗ് ബോസിലേക്ക് ഈ 1000 നമ്പറിൽ പെടുന്ന ഒരു വിഭാഗത്തിലെ ജനങ്ങളെ കൊണ്ടുവന്ന് വെച്ചാൽ ശരിയാണ്, അതൊരു കോമൺ ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതിനപ്പുറം നിന്റെയൊക്കെ വീട്ടിൽ ആക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു വാഴ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്നാ പറഞ്ഞത്. സൗകര്യമില്ല. ഞങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്. നാളെ ഇത് കൂട്ടുകാരിക്കൊപ്പം വേണം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കും. അത്രേ ഉള്ളൂ. പോയി കാർഡുണ്ടാക്കാൻ പറ 2 പേരെടുത്തും കൂടെ. 2 പേരും ട്രാൻസിന്റെ കാർഡുകൾ ഉണ്ടാക്കി കൊണ്ടുവരും. അവിടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. ആ മെഡിക്കലിൽ തെളിയും അവരുടെ മനസ്സിൽ എന്താണെന്ന്. അപ്പോൾ അത് ഞാൻ അംഗീകരിച്ചു തരാം. കാർഡുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വിട്ടോ, വിട്ട് പോകാൻ നോക്ക്. കൊണ